കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു, തൊഴുതു, നല്ല സന്തോഷമായി. അപ്പോൾ നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ വരണ്ടേ? എല്ലാവരും വരും കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ആ വിഘ്നേശ്വരനെ കാണാം. ആ കിഴക്കേ നടയിലുള്ള ഗണപതി അമ്പലത്തിൽ പോയിട്ട് വിഘ്നേശ്വരനെ കണ്ട് അനുവാദം വാങ്ങി നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോവാം. എല്ലാവരും പോന്നോളൂ. ഇന്ന് തിരക്കൊന്നുമില്ല, തിരക്കൊക്കെ കുറവാണ്. ഇന്ന് ഗുരുവായൂരപ്പന് ശുദ്ധിയാണ്. അപ്പോൾ ആ ശുദ്ധിയുടെ ആ ഒരു കർമ്മങ്ങളുടെ ആ ഒരു സമയം മാത്രമേ ഉള്ളൂ. വേറെ വളരെ സുഖമായിട്ടുള്ള ദർശനമാണ്. ഇന്ന് സ്വാമിമാരും ഇപ്പോൾ കുറച്ച് കുറവ് തന്നെയാണ്. എന്തായാലും വളരെ നല്ലൊരു അന്തരീക്ഷമാണ്. ഭക്തർക്ക് എല്ലാവർക്കും സമാധാനപരമായിട്ടുള്ള ആ ഒരു ദർശന ഭാഗ്യമാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും തൊഴാൻ പോവുക. എല്ലാവരും കൂടെ വരൂ. നമുക്ക് അങ്ങനെ കയറി വരുമ്പോൾ ആ ഗോപുരനടയൊക്കെ കഴിഞ്ഞിങ്ങനെ വന്നു, അവിടെ വന്ന് നോക്കുമ്പോൾ നമ്മൾ ആ വാതിൽ മാടത്തിൻ്റെ അവിടെ എത്തി. വാതിൽപ്പടി കയറുമ്പോൾ ശ്രീലകത്തേക്ക് നോക്കിയാൽ ആകെ പൊന്നിൻ്റെ പ്രഭയാണ്. ആ നെയ്വിളക്കിൻ്റെ പ്രഭയും ഒക്കെ ഇങ്ങനെ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ആ മേൽപ്പത്തൂരിരുന്ന് നാരായണി എഴുതിയിരുന്ന സ്ഥലം നോക്കിയിട്ട് ഒന്ന് സ്മരിക്കുക അദ്ദേഹത്തെ. അത് കഴിഞ്ഞ് ആ തൂണൊക്കെ ഒന്ന് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത ആ തൂണ് വലത്തെ സൈഡിൽ നോക്കി ഒന്ന് തൊട്ട് തൊഴാം. അങ്ങനെ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ആ കാൽത്തളകളൊക്കെ ഇട്ടിട്ടുള്ള പൊന്നുണ്ണിക്കണ്ണനെ ഇങ്ങനെ കാണാം. ഇടത്തെ കയ്യിൽ പൊന്നോടക്കുഴലും വലത്തെ കയ്യിൽ വെണ്ണക്കണ്ണനായിട്ടാണ് അന്നത്തെ ഭഗവാന്റെ നിൽപ്പേ. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ നല്ല ആ ശുദ്ധിയും ഇതൊക്കെ ആവുകൊണ്ട് വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം വെണ്ണയും കൊടുത്തിട്ടുണ്ട്. ആ വെണ്ണക്കണ്ണനായിട്ടുള്ള ആ നിൽപ്പ് ഇങ്ങനെ കാണേണ്ടത് തന്നെയാണ് കേട്ടോ. വളരെ രസമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണാനുള്ളത്. നന്നായിട്ട് ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളിങ്ങനെ അവിടെ തന്നെ നിൽക്കാൻ തോന്നും. അത്രയ്ക്കും മഹത്തരമായ കാഴ്ചയാണ്. അപ്പോൾ ആ കണ്ണനെ ഇങ്ങനെ കാണാം. കൈകളിൽ കൈവളകൾ ഇട്ടിട്ടുണ്ട്, തോൾവളകളുണ്ട്, പീലിത്തിരുമുടി കെട്ടിയിട്ടുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്. അതുപോലെ നല്ല 2 ഉണ്ടമാല ഉണ്ട്. തെച്ചിയും തുളസിയായിട്ടുള്ള ഒന്നും, തുളസിയും തെച്ചിയും താമരയായിട്ടുള്ളതും, അങ്ങനെ 2 എണ്ണം. തിരുമുടിമാലകളും ഇതേപോലെ വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ള ഒരെണ്ണമുണ്ട്, തുളസിയും വെളുത്ത പൂവായിട്ടുള്ള ഒരെണ്ണമുണ്ട്. അങ്ങനെ 2 തിരുമുടിമാലകളുണ്ട്, 2 ഉണ്ടമാലകളുണ്ട്. അതുപോലെ മുകളിലിങ്ങനെ ചാർത്തിയിട്ടുണ്ട് വിധാനമായിട്ട് 2-4 മാലകളുണ്ട്. ആ തെച്ചിയും തുളസിയായിട്ടുള്ളത് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ വെണ്ണക്കണ്ണനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വെണ്ണക്കണ്ണനാണ് ഇന്നത്തെ ആ ശ്രീലകത്തെ ആ ഒരു കാഴ്ചാട്ടോ. എല്ലാവരും വെണ്ണക്കണ്ണനെ കണ്ടോളൂ. ഇന്ന് ഇപ്പോൾ ഗുരുവായൂരപ്പന് ശുദ്ധിയാവുമ്പോൾ തന്ത്രിയാണ് ഉച്ചപൂജയും ഒക്കെ ഉണ്ടായിരുന്നത്. കളഭാലങ്കാരം നമ്മളെ മേൽശാന്തിയാണ്. വളരെ നന്നായിട്ടുള്ള ആ ചാർത്താണ് ചാർത്തിയിട്ടുള്ളത്. എല്ലാവരും ആ ഗുരുവായൂരപ്പനെ കണ്ടോളൂ. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ. എന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അങ്ങനെ പ്രാർത്ഥിച്ച് ഇനി നമ്മൾക്ക് നേരെ അങ്ങോട്ട് ഇറങ്ങാം. അങ്ങനെ ആ തിടപ്പള്ളിയിലേക്കൊക്കെ നോക്കി ഇങ്ങനെ വന്ന് ആ സപ്തമാതാക്കളെയൊക്കെ കണ്ട് ഇങ്ങനെ തൊഴുത് അങ്ങനെ വരുമ്പോൾ ആ വിഘ്നേശ്വരൻ്റെ അവിടെ നിന്നൊക്കെ സുഖമാണ്. നല്ല അലങ്കാരമായിട്ട് ആ കളഭം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. ആ തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ ചാർത്തി ഇങ്ങനെ നല്ലൊരു ഗോപി തിലകം വെച്ചിട്ടുണ്ട് അദ്ദേഹം. അതുപോലെ നല്ല സിൽക്കിൻ്റെ പട്ട് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ഇന്ന് ഗണപതി. നല്ല വൃത്തിയായിട്ട് തന്നെ നന്നായിട്ട് കുളിച്ചൊരുങ്ങി സുന്ദരനായിട്ടായിരിക്കണമെന്ന് പറയില്ലേ, അതേമാതിരി ആയിരിക്കണത്. അപ്പോൾ വിഘ്നേശ്വരനെ കണ്ട് തൊഴാം. വളരെ സുഖമായിട്ട് തൊഴാം, തിരക്കൊന്നുമില്ല. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ അവിടുന്ന് തൊഴുത് ഇങ്ങനെ സരസ്വതി ദേവിയുടെ അടുത്ത് പോവാം. സരസ്വതി ദേവിയുടെ അടുത്ത് പോയിട്ട് സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവീനെയും കണ്ട് തൊഴുത് ഇങ്ങനെ പോരുമ്പോൾ ആ വിഘ്നേശ്വരൻ്റെ അവിടെ ആ സൈഡിലുള്ള വിഘ്നേശ്വരനെയൊക്കെ കണ്ട് തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് വരുമ്പോൾ
നേരെ മേൽശാന്തിയിൽ അവിടെ മേൽശാന്തി തന്നെ ഇരിക്കണു. അപ്പോൾ അവിടുന്ന് ആ ചന്ദനമൊക്കെ വാങ്ങാം, കളഭൊക്കെ വാങ്ങാം, അർച്ചന പ്രസാദം വാങ്ങാം. അങ്ങനെ ഇന്നിപ്പോൾ അധികം അലങ്കാരമൊന്നുമില്ല. ഒരു വെളുത്ത മുല്ലമൂട്ട് കൊണ്ടുള്ള അലങ്കാരമുണ്ട്, ഒരു തുളസിമാലയുണ്ട് ആ അനന്തപത്മനാഭസ്വാമിക്ക്. അപ്പോൾ അദ്ദേഹത്തെ കണ്ട് തൊഴാം. അത് കഴിഞ്ഞ് നേരെ ചെന്ന് സാഷ്ടാംഗം നമസ്കരിക്കാം. ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. സ്ത്രീകൾ മുട്ടുകുത്തി തൊഴുതാൽ മതി. അപ്പോൾ അങ്ങനെ തൊഴുത് അവിടുന്ന് നേരെ ഇനി കണ്ണനെ, വീണ്ടും കണ്ണനെയൊക്കെ കാണാം. അതേപോലെ ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കാണാം. ഒക്കെ കണ്ടിങ്ങനെ വരുമ്പോൾ ആ മുരുകനെയൊക്കെ കണ്ട് തൊഴുത് ഹനുമാൻ്റെ അവിടെ എത്തുമ്പോൾ ഒരു മാല മാത്രമേ ഉള്ളൂ, ഒന്ന് വെറ്റില മാല, കുങ്കുമം കുറച്ചുണ്ട്. ആരോ കുറച്ച് മഞ്ഞപ്പൂവ് ആ താലത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് കണ്ട് തൊഴുത് നേരെ ഇങ്ങനെ പോരാം. അത് കഴിഞ്ഞ് നേരെ ആ ഓവ് മുറിച്ച് കിടന്ന് താമരക്കണ്ണനെ, കൽപ്പകവൃക്ഷത്തിൻ്റെ ചോട്ടിലിരിക്കുന്ന താമരക്കണ്ണനെ കണ്ട് തൊഴാം. താമരക്കണ്ണനെ കണ്ട് തൊഴുത് വരുമ്പോൾ അങ്ങനെ അപ്പുറത്ത് നോക്കിയാൽ നമ്മുടെ കണ്ണൻ അവിടെ നൃത്തം ചവിട്ടുന്നതായിട്ട് സങ്കല്പിക്കുക. അവിടെ ആ കിടാവിളക്കുണ്ട്, കണ്ട് തൊഴാം. അങ്ങനെ വന്ന് അതും കഴിഞ്ഞാൽ നേരെ അതിന് നമുക്ക് പുറത്തേക്ക് പോരാം. പുറത്തേക്ക് വരുമ്പോൾ കുറൂരമ്മേനെയൊക്കെ കണ്ടിങ്ങനെ തൊഴാം. കുറൂരമ്മേനെയൊക്കെ കണ്ട് തൊഴുത് നേരെ ഇങ്ങനെ പോരാം. അങ്ങനെ പോകുന്നു വടക്കേ നടയിലൂടെ പുറത്തേക്ക് വരാം. അപ്പോൾ അപ്പോൾ വന്നിട്ടിരിക്കുന്നു. അപ്പോൾ അവിടുന്ന് പ്രസാദമൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ ഇനി എടത്തരികത്തുകാവിൽ നമ്മുടെ അടുത്തേക്ക് പോവാം. എടത്തരികത്തുകാവിൽ നമ്മുടെ അവിടെയൊക്കെ വളരെ സുഖമാണ്, നല്ല ദർശനം. അപ്പോൾ അത് ആ വെള്ളിയുടെ ഗോളകയൊക്കെ ഇങ്ങനെ ഇറക്കിയിട്ട് ഒരു പ്രത്യേക വട്ടമൊക്കെ ഇങ്ങനെ എടുത്ത് നല്ല നല്ല രസമായിട്ടുള്ള ആ ഒരു സുന്ദരിയായിട്ടായിരിക്കണതേ, അമ്മ നന്നായിട്ടായിരിക്കണത്. അപ്പം അത് കണ്ട് തൊഴാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അങ്ങനെ തൊഴുത് ആ മമ്മിയൂരപ്പനെ തൊഴുത് ഇങ്ങനെ പോരാം. കൊടിമരം നോക്കി തൊഴാം. വീണ്ടും നമുക്ക് ആ വെണ്ണക്കണ്ണനെ ഒന്നുകൂടി കാണാം. അത് കഴിഞ്ഞാൽ കൂത്തമ്പലത്തിലേക്ക് ഒന്ന് നോക്കിയിട്ട് തൊഴാം. അത് കഴിഞ്ഞ് അയ്യപ്പൻ്റെ അവിടെ വന്ന് തൊഴാം. അയ്യപ്പസ്വാമിയുടെ മുന്നിൽ അതേമാതിരി നല്ല കളഭം കൊണ്ടൊക്കെ ആ ചന്ദനം കൊണ്ട് മുഖമൊക്കെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. ഭൂതനാഥസുതാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ സ്തുഭ്യം നമോ നമ. അത് കഴിഞ്ഞ നേരെ ഒന്ന് വലയം വെച്ചിട്ട് നടക്കാം. അങ്ങനെ നടന്നോളൂ. അങ്ങനെ നടന്ന് ഇങ്ങനെ വരുമ്പോൾ പടിഞ്ഞാറ് നടയിൽ കൂടെ നമുക്ക് പുറത്തേക്ക് പോരാം. അവിടെ ചെന്ന് കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അങ്ങനെ കണ്ട് തൊഴുത് എല്ലാവരും ഇന്നിപ്പോൾ എൻ്റെ കൂടെ വന്ന് ഗുരുവായൂരപ്പനെ കണ്ടു കേട്ടോ. ഉച്ചപൂജ അലങ്കാരം കണ്ടു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കുമാറാവട്ടെ.